LDF സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം കഴിഞ്ഞ് പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ CPM നേതാവ് A. വിജയരാഘവൻ നമ്മോടൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവെക്കാൻ ചേരുന്നു. പത്രികാ സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. ഒരു ചതുഷ്കോണ മത്സരത്തിലേക്കാണ് മണ്ഡലം നീങ്ങുന്നത്. LDFന്റെ വിജയ സാധ്യത അല്ല, ചതുഷ്കോണൊന്നും നടക്കില്ല. LDF UDF തമ്മിൽ തന്നെയാണ് മുഖ്യ മത്സരം, അതിൽ സംശയമില്ല. അതേസമയം UDFന് അനുകൂലമായ ഘടകങ്ങളുടെ ഇടിവ് സംഭവിച്ചിരിക്കുക. UDFന് അനുകൂലമായ ഘടകങ്ങൾ എന്നുള്ള നിലയിലാണ് ഇപ്പൊ നേരത്തെ MLA ആയിരുന്ന അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ ഉണ്ട്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നെ പറഞ്ഞല്ലോ. അത് UDFന് അനുകൂലമായി നടത്തിയ ഒരു സംഭാഷണമാണ്. പിന്നെ UDF ചേരിയിലേക്ക് അദ്ദേഹം മാറിപ്പോവുകയാണ് ചെയ്തത്. UDF നേതൃത്വത്തെ അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്തത്. UDF നേതാക്കന്മാരിൽ സ്വന്തം രക്ഷകനെ കാണുകയാണ് ചെയ്തത്. അതേപോലെ UDFന്റെ സതീശൻ, രമേശൻ, സുധാകരൻ ഇവരെല്ലാവരും അദ്ദേഹമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ഇവിടെ പൊതുപരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങുകയും ചെയ്തു. നമ്മുടെ മാധ്യമങ്ങൾ തന്നെ വലിയ തരത്തിൽ പബ്ലിഷ് ചെയ്താണ്. അപ്പോ UDFന്റെ ഭാഗമായി LDFനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു പ്രവർത്തനത്തിന് തുടക്കത്തിൽ തന്നെ തകർച്ച സംഭവിച്ചു. BJP മത്സരിക്കുന്നില്ലെങ്കിലും ഗുണഭോക്താവ് UDF ആണല്ലോ. അപ്പോ BJP മത്സരിക്കുന്നു, UDFന്റെ ഭാഗമായി നിന്നിരുന്ന അൻവർ മാറിയിരിക്കുന്നു. ഞങ്ങളുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും LDFന് അനുകൂലമായ പുതിയ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിച്ചത്. കഴിഞ്ഞ 2 തവണ നിങ്ങളുടെ MLA ആയിരുന്നു അൻവർ. ആ അൻവർ പോകുമ്പോൾ നിങ്ങളുടെ വോട്ടുകൾ കൂടെ പോകുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. അത്തരത്തിലൊരു ചോർച്ചയും സംഭവിക്കില്ല എന്നാണ് നിങ്ങളുടെ ആത്മവിശ്വാസം? അൻവർ ഒരു സ്വതന്ത്രം, ഞങ്ങൾ പിന്തുണത്ത സ്വതന്ത്രം മാത്രമാണ് അൻവർ ജയിച്ചത്. അൻവറിന്റെ വോട്ടുണ്ടെന്ന് ആരെയും വിശ്വസിക്കും, നിങ്ങളും വിശ്വസിക്കില്ല, ഞാനും വിശ്വസിക്കില്ല. LDF സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കാറുണ്ട്. LDF സ്വതന്ത്രന്മാരെ മത്സരിപ്പിച്ച് പിന്തുണ നൽകാറുണ്ട്. അത് പിന്നെ ജയിച്ച LDF സ്വതന്ത്രന്മാര് സാധാരണയായിട്ട് ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകും, 5 കൊല്ലത്തിന് ഞാൻ ഇവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് സാധാരണ. സ്വതന്ത്രം ജയിച്ചു, 6-ാം മാസത്തിൽ രാജിവെച്ചു, അങ്ങനെയല്ല. സ്വതന്ത്രം രാജിവെച്ചാൽ ജനങ്ങൾക്ക് എനിക്കൊരു വിശ്വാസമുണ്ട്, അത് ഞാൻ 5 കൊല്ലത്തിന് ഇടതുപക്ഷത്താണ്. ആ 5 കൊല്ലത്തിന് ഇടതുപക്ഷത്തു നിന്നുള്ള ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ലംഘിച്ച് UDFന്റെ ചാക്കിൽ കയറുകയാണ് അദ്ദേഹം ചെയ്തത്. സ്വാഭാവികമായിട്ടും വോട്ട് വരുമ്പോൾ ഇത്തരം രാഷ്ട്രീയ നിലപാടുകളിലെ തകരാറുള്ളവർക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി പോകും. അതുകൊണ്ട് അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നേ നമ്മൾ ഇതിൽ കാണുള്ളൂ. UDF ആണ് ഇതിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ഘടകം. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ നോക്കുക, അൻവറിന്റെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോണില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. UDF എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതിലോമപരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. UDF വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. UDF എല്ലാ പ്രതിലോമതയെയും കൂട്ടിയോജിപ്പിക്കുന്നവരാണ്. കേരളത്തിന്റെ പൊതുപുരോഗതിയുടെ ഏറ്റവും വലിയ തടസ്സം UDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ അയത്നലളിതമായ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ തടസ്സമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നിലമ്പൂരിലെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാണുന്നത്. CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് സ്വരാജിനെ നമ്മൾ തീരുമാനിച്ചു, വലിയ സ്വീകാര്യതയാണ് കിട്ടി. ഇപ്പൊ ഇന്നലെ സ്വരാജിന്റെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം ഉണ്ടായി. ഈ കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരണത്തിൽ പങ്കെടുക്കുന്നതിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം, ഏറ്റവും വലിയ സ്വീകാര്യത, ഇതെല്ലാം ഇവിടെ നമ്മുടെ കണ്ണിൽ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും LDFന്റെ ദൈനംദിന പ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഓരോന്നും സംഭവിച്ചത്. അതിലെ പുതിയതാണ് ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നുള്ളത്. UDFനെ നിരാശപ്പെടുത്തുന്ന ഘടകങ്ങളുടെ തുടർച്ചയാണ് ഇതിലുള്ളത്. UDFന്റെ അവസരവാദത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നടക്കും. നിലമ്പൂരിൽ നല്ല ഭൂരിപക്ഷത്തിന് LDF ജയിക്കും. UDF ആഗ്രഹിച്ചത് LDFനെ ഇവിടെ ഒരു മൂലയിൽ കൊണ്ടുപോയി ഒതുക്കാമെന്നായിരുന്നു. മൂലയിൽ ഒതുങ്ങാൻ പോകുന്നത് UDF ആണ്. ഈ ലീഗൊക്കെ ഇന്നലെ അവരുടെ യോഗത്തില് അവിടെ അതൃപ്തി പ്രകടിപ്പിച്ചു. ഈ കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ട് നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ VD സതീശൻ പൊളിച്ചു എന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസിനുള്ളിലും മുന്നണിക്കുള്ളിലും ഒരു പടയൊരുക്കം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സാധാരണ പടയൊരുക്കല്ല, സ്ഥിരം പടയാണ് കോൺഗ്രസിൽ. സ്ഥിരമായിട്ട് പടയാണ് കോൺഗ്രസിൽ. അവര് പരസ്പരം പടവിട്ടുന്ന ഒരു പാർട്ടിയാണ്. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രം എന്ന് പറഞ്ഞാല് പരസ്പരം പടവെട്ടുന്ന ഒരു കോൺഗ്രസ് ആയിട്ടാണ്. നേരത്തെ അത് ആന്റണി കരുണാകരൻ ഗ്രൂപ്പുകളായിട്ട് ദീർഘകാലം വ്യത്യസ്ത ചേരിയിൽ നിന്നുകൊണ്ട് പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ആന്റണിയും കരുണാകരനും പൊതുവെ രംഗത്തില്ല. ദിവംഗതനായി ആന്റണി പിന്നെ പെൻഷൻ രാഷ്ട്രീയമായിട്ടൊരു അദ്ദേഹത്തിന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുക. ബാക്കി വന്ന കോൺഗ്രസുകാരിൽ നേരത്തെ 2 ഗ്രൂപ്പായിരുന്നെങ്കിൽ ഇപ്പൊ ആ വിഭാഗത്തിന്റെ എണ്ണം വർദ്ധിച്ചു. ഈ പരസ്പരം പടവെട്ടിയിരുന്ന 2 ഗ്രൂപ്പും അതിനു ചുറ്റും പടയാളികളും എന്നത് മാറി. ഇപ്പൊ എല്ലാ പടയാളികളും
പിന്നെ പടവിട്ടുകയാണ്. അങ്ങനെ അപൂർവമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് സംഭവിക്കുള്ളൂ. ആരാണ് ഇപ്പൊ എന്റെ നേതാവ് എന്ന് വെച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. പ്രതിപക്ഷ നേതാവ് 6, APC പ്രസിഡന്റ് 5, UDF ചെയർമാൻ 4, പിന്നെ ഈ ചെയർമാൻമാരായിട്ടൊക്കെ 200 താഴെ ഇരിക്കുന്നവർ വേറെ. ഇങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിന് ശരിയായ തീരുമാനങ്ങൾ രാഷ്ട്രീയമായിട്ട് എടുക്കാൻ പറ്റില്ല, സംഘടനാപരമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ക്ലീൻ ഇമേജ് ആണ്. ഈ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്വരാജിന് അങ്ങനെ ഒരു പൊതു സമ്മതി കിട്ടുന്നുണ്ടെന്നാണ് ഈ ആദ്യ ദിവസത്തെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ല, CPIM-ന്റെ നേതൃത്വ നിര ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കും ക്ലീൻ ഇമേജ് തന്നെ. അതായത് നമ്മളെ പാർട്ടിയില് പിന്നെ ക്ലീൻ ഇമേജ് ഇല്ലാതെ ഒരു പാർട്ടിയിൽ നിൽക്കുമോ? ഇല്ല. അതേസമയം ഇവിടെ വരുമ്പോ നമ്മളുടെ ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ അവരെയാണല്ലോ നമ്മൾ നോക്കുക. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ നിൽക്കുന്ന പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ വെച്ച് പരിശോധിച്ചാൽ ബാക്കിയുള്ളവരുടെ ഇമോജൊക്കെ വളരെ താഴെയാണെന്ന് നിലമ്പൂരുകാർക്ക് അറിയാം. ഞാൻ ആ കാര്യങ്ങൾ ആവർത്തിക്കായിരിക്കും, ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് പറയില്ല. പക്ഷെ നിലമ്പൂരുള്ള എല്ലാ ജനങ്ങളും നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ UDF-ന്റെ പേരുകാരൻ, അല്ലെങ്കിൽ BJP-യുടെ പേരുകാരൻ, പിന്നെ സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന പേരുകാരൻ, ഇവരുടെയൊക്കെ ഇമേജിനെ സംബന്ധിച്ച് നിലമ്പൂരിലുള്ള സാധാരണക്കാർക്ക് റോട്ടിലേക്ക് ചോദിച്ചാൽ, ഓട്ടോറിക്ഷക്കാര് അല്ലെങ്കിൽ കടക്കാര് അവരോട് ചോദിച്ചാൽ അവരെല്ലാം ഇവരുടെ ഇമേജിനെ നന്നായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ മുന്നിലേക്ക് പിന്നെ സ്വരാജ് നിൽക്കുമ്പോൾ വളരെ ഉയർന്ന തലത്തിലാണ്. കാരണം എന്തെങ്കിലും ഒരു തകരാറിന്റെ തരിമ്പ് അവർക്ക് സ്വരാജിന് നേരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതാണ് ക്ലീൻ ഇമേജ് എന്ന് പറയാൻ കാരണം. ആ ക്ലീൻ ഇമേജ് ഈ ക്ലീൻ ഇമേജ് ഇല്ലാത്തവരുടെ നടുക്ക് വെക്കുമ്പോൾ ആ ഇമേജിന്റെ തേജസ് അല്പം കൂടും. പക്ഷെ അവര് പറയുന്നത് അങ്ങനല്ല. ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പറയുന്ന PS-നെ ചേർത്ത് വെച്ചാണ്, പഴയ പ്രചാരണമാണ്, അത് വീണ്ടും പൊടിതട്ടിയെടുത്ത് അത് വെച്ചാണ് ഇപ്പോഴും ഊർജിതമായി UDF ഹാൻഡിലുകൾ പ്രചരണം സ്വരാജിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പഴയത് പണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യം, പണ്ട് പിന്നെ പറഞ്ഞത് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങള് ഇതൊക്കെ ഈ ഒരാള് സ്ഥാനാർത്ഥി എത്തിക്കുമ്പോഴേ ഈ UDF-കാര് എന്ത് വൃത്തികെട്ട പ്രചരണം നടത്തും. സൈബർ പ്രചാരണം വടകരയിലൊക്കെ കണ്ടതാണ്. അല്ല, അവർ ചെയ്യുന്നത് UDF എന്ന് പറഞ്ഞെന്താ, ഏത് വൃത്തിഹീന പ്രവർത്തനം നടത്തും? മാന്യത UDF-നില്ല, മാന്യത അവർക്കില്ല. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുപദേശിച്ച് നേരായി കളയാം, കുറച്ച് മാന്യന്മാരാകൂ എന്ന് ഞാൻ പറഞ്ഞ ഞാനൊരു വിവരജാത്തനായി. അതുകൊണ്ട് സ്വരാജിനെതിരായിട്ട് UDF എന്തെങ്കിലും, ഞാൻ കണ്ടിട്ടില്ല, അത് എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ UDF ഇന്ന് എത്തിച്ചേർന്ന രാഷ്ട്രീയ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വൈക്കോൽത്തുറുമ്പ് അന്വേഷിക്കാം. അതിനൊരു വലിയ തീർച്ചയായും ഈ അൻവറിന്റെ സാന്നിധ്യം ഒരു തരത്തിലും ഇടതുപക്ഷത്തിന്റെ വിജയസാധ്യതകളെ ബാധിക്കില്ല. അൻവർ പിടിച്ച വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൊണ്ടാണ് അൻവർ ജയിച്ചത്. മറിച്ച് അൻവർ തനിച്ചു നിൽക്കുമ്പോൾ ഒരു തരത്തിലും അത് LDF-ന്റെ വിജയത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.